ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് കണിമംഗലം കോവിലകം. പ്രശസ്തമായ ഒരു വെബ് സീരീസിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാജേഷ് മോഹനയുടെ സംവിധാനത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ അജ്മൽ ഖാൻ, അഭിജിത്ത്, മുഹമ്മദ് റാഫി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. ഒരു ഹോസ്റ്റലിനും കോളേജിനും ഇടയിലുള്ള പഴയ ശ്മശാനത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സിനിമ. ഒരു ഹൊറർ കോമഡി സിനിമയാണ് കണിമംഗലം കോവിലകം. സൺ നെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് ഹാപ്പി രാജ. മരിയ രാജ ഇളഞ്ചേഴിയന്റെ സംവിധാനത്തിൽ GV പ്രകാശ് കുമാർ, ശ്രീ ഗൗരിപ്രിയ, ജോർജ് മറിയൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ റൊമാൻറ്റിക് കോമഡി ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് ഹാപ്പി രാജ. തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഏപ്രിൽ 24 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് എസ് സരസ്വതി. വരലക്ഷ്മി ശരത് കുമാർ സംവിധാനത്തിൽ പ്രകാശ് രാജ്, പ്രിയ മണി, മുരളി ശർമ്മ, രാധിക ശരത് കുമാർ, രാവു രമേശ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. വരലക്ഷ്മി ശരത് കുമാറും ഇതിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. ഒരു ക്രൈം ത്രില്ലർ മൂവിയായ എസ് സരസ്വതി ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അത് പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മലയാളം മൂവിയാണ് ഹാൽ. സംഗീതത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകി ഷെയ്ം നിഗം പ്രധാന വേഷത്തിലെത്തിയ ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ഹാൽ. വീര സംവിധാനം ചെയ്ത ഈ മൂവിയിൽ ഷെയ്ം നിഗത്തിനെ കൂടാതെ സാക്ഷി വൈദ്യയും പ്രധാന വേഷത്തിലെത്തുന്നു. 2025 ഡിസംബറിൽ റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സും സൺ നെക്സ്റ്റുമാണ് സ്വന്തമായിരിക്കുന്നത്. ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു തമിഴ് മൂവിയാണ് തായ് കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശിന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ് കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 14 മുതൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് മലയാളത്തിലും തമിഴിലും റിലീസ് ചെയ്യുന്ന ഒരു വെബ് സീരീസ് ആണ് കാക്കി സർക്കസ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്നതാണ് കാക്കി സർക്കസ്. ഇതിൽ രാജേഷ് മാധവൻ, മുനിഷ്കാന്ത് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ എത്തുന്നത്. ഇവർ കൂടാതെ ഗൗതമി നായർ, സുഭാഷ് സെൽവം തുടങ്ങിയവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. അമീർ ബാരിഫ് സംവിധാനം ചെയ്ത ഈ സീരീസിന്റെ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു പട്ടണത്തിലാണ്. ഒരു കുറ്റകൃത്യത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത്. C5 ഏപ്രിൽ 10 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ആനിമേഷൻ സീരീസാണ് സ്റ്റാർ വാർസ് സ്മോൾ ഷാഡോ ലോട്ട്. ഇതൊരു ഇംഗ്ലീഷ് സീരീസാണ്. 10 എപ്പിസോഡുള്ള ഈ സീരീസിന്റെ ആദ്യ 2 എപ്പിസോഡുകൾ ഏപ്രിൽ 6 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യും. അതിനുശേഷം വരുന്ന ആഴ്ചകളിൽ പുതിയ എപ്പിസോഡുകൾ ലഭ്യമാകും. അടുത്തതൊരു തമിഴ് മൂവിയാണ് യൂത്ത്. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് യൂത്ത്. കെൻ കരുണാസ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച മൂവിയാണ് യൂത്ത്. നടൻ കരുണാസിന്റെ മകനാണ് കെൻ കരുണാസ്. ഇതിൽ സുരാജ് വെഞ്ഞാറമൂട് ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. കൂടാതെ മീനാക്ഷി ദിനേശ്, അനിഷ്മ അനിൽകുമാർ തുടങ്ങിയവർ ഇതിൽ നായകന്മാരായി എത്തുന്നു. തമിഴ്നാടിന് പുറമെ കേരളത്തിലും മികച്ച പ്രതികരണം ലഭിച്ച ഈ മൂവി ദുൽഖർ സൽമാന്റെ വേഫ്ലർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. ഏകദേശം 50 കോടിയോളം കളക്ഷൻ നേടിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 17 മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് തടൈ അതൈ ഉടൈ. അറിവഴകൻ മുരുകേശന്റെ സംവിധാനത്തിൽ അങ്ങാടിത്തെരു മഹേഷ്, ഗുണബാബു, തിരുവാരൂർ ഗണേഷ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് തടൈ അതൈ ഉടൈ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ കാർപ്പൻറ്റേഴ്സ് സൺ. 2025 റിലീസ് ചെയ്ത് നിക്കോളാസ് കേജ് പ്രധാന വേഷത്തിലെത്തിയൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ദ കാർപ്പൻറ്റേഴ്സ് സൺ. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് പ്രതിച്ഛായ. B ഉണ്ണികൃഷ്ണൻ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായെത്തിയൊരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പ്രതിച്ഛായ. ഇതിൽ നിവിൻ പോളിയെ കൂടാതെ ബാലേന്ദ്ര മേനോൻ, ഷറഫുദ്ദീൻ, നീതു കൃഷ്ണ എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ മനോരമ മാക്സ് സ്വന്തമാക്കുന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി.